കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാള സിനിമയായ മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്തത്. നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിക്കൊണ്ട് ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ട് ചെയ്ത മൂവി എന്നുള്ള പ്രശസ്തി ആർജിച്ചെടുത്തു. അതിനുശേഷം നിലവിൽ വരുന്ന 160ഓളം കോടി രൂപ കളക്ട് ചെയ്തു എന്നുള്ളതാണ് റെക്കോർഡ്. അപ്പം അങ്ങനെ പോകുന്നു അതിന്റെ വിജയം. അതിന്റെ അണിയറ പ്രവർത്തകർ വിജയം ആഘോഷിച്ച് മുന്നോട്ട് പോകുന്ന ഈ വേളയിലാണ് ഒരു വിവാദ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ പകർന്നത്. വിവാദ പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല, തമിഴ്നാട് നിന്നുള്ള ഒരു എഴുത്തുകാരനാണ്. മലയാളത്തിലാണ് പുള്ളിയുടെ എഴുത്തുകൾ പ്രസിദ്ധീകരിക്കാറുള്ളത്. ജയമോഹൻ എന്നാണ് പേര്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് കേരളത്തിലുള്ള മലയാളികളെ ഒന്നടങ്കം അധിക്ഷേപിക്കാൻ മറക്കാതെ പോയ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. മഞ്ഞുമൽ ബോയ്സ് കണ്ടവർക്കറിയാം, അതിലുള്ള ഒരു ഗ്യാങ്, ആ ഗ്യാങ്ങിലുള്ളവരുടെ അവരുടെ ജീവിത നിലവാരം, ആ ലോക്കൽ ക്ലാസ്, ആ രീതിയിലുള്ള ഒരു ജീവിത നിലവാരത്തിലൂടെ അവർ കുറച്ച് എന്നും കൂലിപ്പണിക്ക് പോകുന്നു. കിട്ടിയ പൈസകൾ സ്വരൂപിച്ച് വെച്ചുകൊണ്ട് അവർക്ക് പറ്റുന്ന സ്ഥലമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടേക്ക് ടൂർ പോകുന്നു. അവിടേക്ക് പോകുന്ന വഴിയിലുള്ള ഏതൊരു ഗ്യാങ് ആയാലും കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം സിനിമയിലും വരച്ച് കാണിക്കാൻ മറക്കാതെ പോകുന്നു. അങ്ങനെ വെള്ളമടിയും അതുപോലെ തന്നെ സിഗരറ്റ് വലിയും അതുപോലെ തന്നെ പോണ വഴി ഛർദിക്കലും അതുപോലെ എല്ലാ ഒരു അലിമ്പും കാണിച്ചുകൊണ്ട് തന്നെ അവർ ആ ട്രിപ്പ് എൻജോയ് ചെയ്ത് നേരെ കൊടൈക്കനാലിലേക്ക് പോകുന്നു. അവിടെ ഗുണ കേവ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടേക്ക് ഈ വന്ന ഗ്യാങ്ങിലുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ഗർത്തത്തിലേക്ക് കുഴിയിലേക്ക് വീഴുന്നു. അതിനുശേഷം ആ ചെറുപ്പക്കാരനെ രക്ഷിക്കുന്ന, അവരുടെ കൂടെയുള്ള കൂട്ടുകാരനെ രക്ഷിക്കുന്ന സർവൈവൽ മൂവിയാണ് ഈ മഞ്ഞുമൽ ബോയ്സ് എന്നത്. 11ഓളം പേര് ആ കുഴിയിലേക്ക് വീണിട്ടുണ്ടെങ്കിലും ഇതുവരെയ്ക്കും ഒരാളുടെ ബോഡി പോലും കിട്ടിയിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇത്രത്തോളം വൈറലാവാനും കാരണം അതാണ്. 2006 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത് ഒറിജിനലായിട്ട്. ആ സമയത്ത് കേരളത്തിൽ നിന്നും പോയ ഒരാൾ ഇങ്ങനെ കുഴിയിലേക്ക് വീണിട്ട് പിന്നെ തിരഞ്ഞു കിട്ടി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി അടിച്ചിരിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും അത്. അതുകൊണ്ട് തന്നെ മൂവി കാണാൻ വേണ്ടി നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മൂവി. അങ്ങനെ ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തി, അത് കഴിഞ്ഞു. പിന്നെ ഈ മൂവി ഇറങ്ങിയതിനു ശേഷമാണ് നമ്മൾ ഈ ജയമോഹൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത്, മലയാളികൾ മൊത്തത്തിൽ ഇങ്ങനെയാണ്. മലയാളികൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയാൽ ഇങ്ങനെ അടിച്ച് പൂസായി, വെള്ളം അടിച്ച് കുപ്പിയെടുത്ത് റോഡിലെറിഞ്ഞ് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഛർദിച്ച് വല്ലാത്ത രീതിയിൽ അവിടെ ഇവിടെയൊക്കെ വെച്ച് പാട്ട് പാടി കൂത്താടി. മലയാളികളുടെ സംസ്കാരമേ ശരിയല്ല. മലയാളികൾ എവിടെ എന്ത് കാണിച്ചാലും അത് വല്ലാത്തൊരു ദയനീയ പരാജയമായിട്ടാണ് അവർ കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ ജയമോഹൻ എന്ന് പറയുന്ന പുള്ളി പറഞ്ഞത്. ഓർക്കുക, മലയാളത്തിലാണ് പുള്ളി കുറിപ്പുകൾ എഴുതുന്നത്. അദ്ദേഹത്തിന്റെ നോവലുകളെല്ലാം കൂടുതലായിട്ടും കോപ്പികൾ വിറ്റുപോയിട്ടുള്ളത് കേരളക്കരയിലുമാണ്. അപ്പം ഇദ്ദേഹം ഇത് പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജയമോഹൻ എന്ന് പറയുന്ന വ്യക്തി ഒരു അറിയപ്പെടുന്ന ഒരു പൊസിഷനിലുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കലാമേഖലകളിലും എഴുത്ത് മേഖലകളിലും അതുപോലെ നിരവധി മേഖലകളിൽ പ്രശസ്തി ആർജിച്ചെടുത്തിട്ടുള്ള മേഖലകളിലെല്ലാം അവർക്ക് പ്രശസ്തി ആർജിച്ചെടുത്തതിന് ശേഷം ഒരു രാഷ്ട്രീയ ചായ്വ് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ക്രിക്കറ്റ് കളിക്കാരനായ സച്ചിൻ ടെണ്ടുൽക്കറുടെ രാഷ്ട്രീയ പോക്ക് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സംഘപരിവാറിന്റെ പാളയത്തിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ. നമുക്ക് കുറച്ചും കൂടി അടുത്ത് മനസ്സിലാക്കാൻ ഒക്കുന്ന നമ്മുടെ കേരളക്കരയിലുള്ളത് തന്നെ ഒരു സിനിമാ താരമുണ്ട്, ഉണ്ണി മുകുന്ദൻ എന്നാണ് പേര്. പുള്ളിയുടെ മൂവി സംസ്ഥാന തലത്തിലൊന്നും അവാർഡുകൾ നേടിയില്ല. അത് അവസാനം ഒരു രാഷ്ട്രീയ അടുപ്പമുള്ളത് കൊണ്ട് തന്നെ അത് കേന്ദ്ര തലത്തിലേക്ക് അത് നോമിനേറ്റ് ചെയ്യുന്നു. അത് അവസാനം നാഷണൽ അവാർഡിന് വേണ്ടിയിട്ട് അത് പോകുന്നു. അങ്ങനെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം 2023 കണ്ടതുമാണ്. അപ്പം ഉന്നത തലങ്ങളിൽ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് അവർക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഈ ജയമോഹനും ഒരു രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ആ രാഷ്ട്രീയ സ്വാധീനം മറ്റാരോടുമല്ല, BJPയോട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു ചായ്വ്. പുള്ളിയുടെ പഴയ ഒരു റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ RSS കാരനായിരുന്നു, ഞാൻ കന്യാകുമാരിയിൽ ജീവിക്കുന്ന സമയത്ത് അവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ വളരെയധികം ക്രൂരന്മാരായിരുന്നു, അതുകൊണ്ട് നമ്മുടെ അരയിൽ ഒരു കത്തിയും കൊണ്ട് മാത്രമേ നടക്കാൻ കഴിയത്തുള്ളായിരുന്നു എന്നാണ് ജയമോഹൻ അന്ന് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം പുള്ളി വെറും ഒരു തീവ്ര ഒരു ഗ്യാങ്ങിനൊപ്പമാണ് പുള്ളി ചായഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറൊരു തലവും കൂടി ഇതിലുണ്ട്. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രി
പിണറായി വിജയനും നല്ല അടുപ്പത്തിലാണ്. അവരുടെ ആശയങ്ങളെല്ലാം ഒരുപോലെയാണ്. എപ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ ഒരുപോലെ ഓരോ തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ രാഷ്ട്രീയ തലം കണ്ടുപോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതും ഒരു നെറ്റിച്ചുളിക്കുന്ന സംഭവമാണ്. എപ്പോഴും ഇവർ സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു ഒത്തൊരുമയോടുകൂടി പോകുന്നത് തന്നെ വലിയ ഒരു തലവേദനയായി പോകുന്ന രീതിയാണ് ജയമോഹൻ അതിൽ തുറന്നു കാട്ടാൻ ശ്രമിച്ചത്. അതുമാത്രമല്ല, പുള്ളി പറയുന്നുണ്ട് ഈ മയക്കുമരുന്ന്, ഡ്രഗ്സ് അതുപോലുള്ള ഉപകരണങ്ങൾ ഈ എറണാകുളത്തിനെ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന സിനിമകളിലെല്ലാം അത് വളരെയധികം സജീവമായി ലഭിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട്. പുള്ളി വെറും കള്ളത്തരമാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന സംഭവം വരെ ഇവിടെ വരുത്തി തീർത്തു. എന്താണ്, മയക്കുമരുന്നും സംഭവങ്ങളെല്ലാം മുസ്ലിങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് വരെയും പറഞ്ഞുണ്ടാക്കുന്നത് ആരാണ്? സംഘപരിവാർ BJP ആണ് പറയുന്നത്. അപ്പം അതിന്റെ ബാക്ക് പിടിച്ചുകൊണ്ടാണ് ജയമോഹൻ ഒന്ന് പബ്ലിസിറ്റി ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞുമൽ ബോയ്സിനെ കരുവാക്കിക്കൊണ്ട്, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവിയെ കരുവാക്കിക്കൊണ്ട് കേരളത്തിലുള്ള മലയാളികളെ മൊത്തത്തിലായിട്ട് അധിക്ഷേപിച്ചത്. ഇത് നമുക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ സാധിക്കില്ല. ഇതിലൊരു രാഷ്ട്രീയ കളി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെട്ടത്. ഇത് വളരെയധികം മോശമായി പോയി. അതുകൊണ്ട് തന്നെ ജയമോഹൻ എന്ത് നോവൽ എഴുതിയാലും നമ്മൾ മലയാളികൾ മൈൻഡ് കൊള്ളിക്കാതെ വിടുക. കാരണം മലയാളികളെ ഇതിൽ പരം അധിക്ഷേപിക്കുന്ന ഒരു പ്രവണതയിൽ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ, എഴുത്തുകാരൻ എന്നുള്ളതിലാണ് ഏറ്റവും വലിയ വിഷമം. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പല രീതിയിലും നോമിനേറ്റ് ചെയ്തു പോയതാണ്, പല രീതിയിലും പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തതുമാണ്. അപ്പം ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ അതിനോട് വലിയ ആഘാതം ഉണ്ടാക്കും എന്നുള്ളതാണ് നമുക്ക് ഖേദകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് പറയാനുള്ളത്. അപ്പം ഇദ്ദേഹത്തിന്റെ ഈ നോവലുകൾ വളരെയധികം നമ്മൾ ബഹിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. കഴിവതും ഇദ്ദേഹത്തിനെ നമ്മൾ എത്രത്തോളം അകറ്റി നിർത്താൻ ഒക്കുമോ, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മുടെ സംസ്കാരത്തിൽ നിന്നും പുള്ളിയെ എത്രത്തോളം അകറ്റി നിർത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അകറ്റി നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.